നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ടയർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ ലോറി ഡ്രൈവറെ കൊടകര പോലീസ് പിടികൂടി. സപ്ലൈകോ ഓണം ഫെയർ തുടങ്ങി. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊച്ചന്നം ഗ്രാമീണ വായനശാല, ഉളുമ്പത്തുകുന്ന് എൻഡസ് ദ ഗാഡ്സ് ക്ലബ് സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ടയർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ ലോറി ഡ്രൈവറെ കൊടകര പോലീസ് പിടികൂടി. പത്തനംതിട്ട അടൂർ വെള്ളക്കുളങ്ങര സ്വദേശി സിബി ഭവനിൽ 58 വയസ്സുള്ള ബേബിയെയാണ് കൊടകര സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22-ന് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്നും ടയർ ലോഡുമായി ഇയാൾ ബാംഗ്ലൂർക്ക് പോയിരുന്നു. ഈ ലോറിയിലുണ്ടായിരുന്ന 125 ടയറുകൾ ഇയാൾ മറിച്ച് വിൽക്കുകയായിരുന്നു. ദിവസങ്ങളായി ഇയാളെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. അപ്പോളോ ടയേഴ്സിൽ നിന്നും ടയർ കയറ്റി അയക്കുന്ന ലോജിസ്റ്റിക് കമ്പനി മാനേജർ ഷാജു നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോയമ്പത്തൂർ ചാവടി ഭാഗത്തുനിന്നും ബേബി വിറ്റ 44 ടയറുകളും പോലീസ് കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി സാധാരണക്കാരുടെ ഓണ ബജറ്റിനെ താങ്ങി നിർത്തുന്ന സപ്ലൈകോ ഓണം ഫെയർ തുടങ്ങി. തൃശൂർ ജില്ലാതല ഓണം ഫെയറിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വയനാട്ടിലെ പ്രകൃതി ദുരന്തം നമ്മുടെയെല്ലാം മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടെങ്കിലും സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ്, കൃഷിവകുപ്പ് എന്നിവരുടെ ഓണച്ചന്തകൾ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ പ്രവർത്തിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ആദ്യ വിൽപ്പന നിർവഹിച്ചു. സപ്ലൈകോ മേഖലാ മാനേജർ TJ ആശ, ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തേക്കിൻകാട് മൈതാനത്തെ തെക്കേ ഗോപുരനടയിൽ സെപ്റ്റംബർ 14 വരെ നടക്കുന്ന ഓണം ജില്ലാ ഫെയറിൽ നിന്നും പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയിൽ അവശ്യ വസ്തുക്കൾ വാങ്ങാം. 1600 രൂപയുടെ പെൻഷൻ കൊടുക്കും എന്ന് മാത്രമല്ല, ഫണ്ട് കിട്ടാനുള്ള 5 കുടിശ്ശികകളിൽ ഒന്ന് കൂടി കൂട്ടി കൊടുത്തുകൊണ്ട് ഇത്തവണ 64 ലക്ഷം മനുഷ്യരുടെ കുടുംബങ്ങളിൽ മാവേലി എത്തുന്നതിന് മുമ്പേ 3200 രൂപ സാമൂഹിക പെൻഷനായി എത്തിക്കാൻ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ചിന്നക്കട സ്വദേശി 26 വയസ്സുള്ള ആസിഫ് ഇക്ബാലിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് ട്രാവലർ ബാഗിൽ 8 പൊതികളിലായി സൂക്ഷിച്ച 8 കിലോയോളം കഞ്ചാവ് പിടികൂടി. വിജയവാഡയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. പോലീസ് സംഘം ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തി വരുന്നതിനിടെയാണ് ഇയാളെ സംശയാസ്പദമായ രീതിയിൽ കണ്ടത്. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് പിടികൂടിയത്. SIമാരായ തോമസ്, മനോജ്, ജയകുമാർ, ASI അർഷാദ്, ഗ്രേഡ് സീനിയർ CPO അനിൽ, CPOമാരായ നൌഷാദ് ഖാൻ, അരുൺകുമാർ, ശബരീഷ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വനം വകുപ്പിന്റെ മധ്യമേഖലാ ആസ്ഥാനത്ത് പറവട്ടാനിയിൽ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ കെട്ടിട സമുച്ചയത്തിന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തറക്കല്ലിട്ടു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന വയനാട് ദുരന്തം പോലുള്ള പാരിസ്ഥിതിക വെല്ലുവിളികൾ അതിജീവിക്കാനും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിനും വനം വകുപ്പ് സജ്ജമായി കൊണ്ടിരിക്കുകയാണെന്ന് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വനം വകുപ്പ് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മലയാറ്റൂർ വനം ഡിവിഷനിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി അനുവദിച്ച 2 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും വനം വന്യജീവി വകുപ്പ് മന്ത്രി നിർവഹിച്ചു. അയ്യന്തോളിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ചെമ്പുക്കാവിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, റിസർച്ച് നോർത്ത് ഡിവിഷൻ, ഫോറസ്റ്റ് റിസോഴ്സ് സർവേ സെൽ തുടങ്ങിയ ഓഫീസുകളുടെ പ്രവർത്തനം പുതിയ കെട്ടിടം പണി പൂർത്തിയാകുന്നതോടുകൂടി ഒറ്റ ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറും.
രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നബാർഡ് പദ്ധതിയിൽ 11.62 കോടി രൂപ ചെലവിൽ കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ്, വനം വിജിലൻസ് APC CF ഡോക്ടർ L ചന്ദ്രശേഖർ, മധ്യമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R ആഡലരശൻ, തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ഡിവിഷനുകളിലെ DFOമാരായ ഖുറ ശ്രീനിവാസ്, M വെങ്കടേശ്വരൻ, R ലക്ഷ്മി, ചിന്നു ജനാർദ്ദനൻ, VG അനിൽകുമാർ, വനം വകുപ്പിലെ മറ്റ് ഓഫീസുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ MA അനസ്, A ജയമാധവൻ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ K മനോജ്, MK സുർജിത്ത്, CO നിബു കിരൺ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ 2 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലെ 1ാമത്തെയും 2ാമത്തെയും പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുണിയിൽ പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ടുവന്ന് ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. വിശദമായ പരിശോധനയിൽ 2 ദിവസത്തോളം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. അതിനിടെയാണ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചത്. ഇതോടെ ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. 8 മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിലാണെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. ഇതോടെ തൃശൂർ നഗരത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഉപേക്ഷിച്ചതാണോ അതോ ജീവനോട് ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് മരണപ്പെട്ടതാണോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചന്നം ഗ്രാമീണ വായനശാല, എൻഡസ് ദ ഗാഡ്സ് ക്ലബ്ബ് ഉളുമ്പത്തുകുന്ന് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2024 ഭാഗമായി വനിതാ പാചക മത്സരം സംഘടിപ്പിച്ചു. പറപ്പുകര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചനം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് PD നെൽസൺ അധ്യക്ഷത വഹിച്ചു. ക്ലബ് കമ്മിറ്റി അംഗം പ്രണവ് സത്യൻ, ആർദ്ര അശോകൻ എന്നിവർ സംസാരിച്ചു. വീട്ടിൽ ഭക്ഷണം എത്തും, അത് ബുദ്ധിമുട്ടാനായിട്ട് തയ്യാറാവാത്ത ഒരു സമൂഹം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മോശമാണെന്നല്ല, അത് മോശമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാറ്ററിംഗുകാർക്കൊന്നും ഒരു പണി ഉണ്ടാവില്ല. മുരിയാട് 16ാം വാർഡിൽ തൊഴിലുറപ്പ് റോസ്ഗാർ ദിനാഘോഷം നടത്തി. സീതാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. 16ാം വാർഡ് അംഗം KU വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിച്ചക്കൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ്, ഷീജ മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തൊഴിലാളികളുടെ ഓണം കളി ശ്രദ്ധേയമായി. കുപ്പിച്ചിട്ട് പറക്കി അവിടെ കൊണ്ടാട്ടിട്ടേക്കുന്ന സാധനം ലോഡ് വരുമ്പോ കയറ്റി കൊടുക്കണം. കയ്യും കാലും മുറിയുന്ന സാധനം കുറെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിലും അപ്പുറത്തെ വീടുകളിലൊക്കെ ചേച്ചിമാരില്ലെങ്കിൽ ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന കൂലിയും ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ അനുകൂലത്തിൽ കൂടി കൂടുതലുണ്ടാവും. വീടുകളിലേക്ക് ചാക്കും കൊണ്ട് വരുമ്പോ നമ്മൾ വിചാരിക്കും പലരും ആക്ഷേപിക്കുന്നവരുണ്ടാവും. ചിലര് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ ജന്മ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുനേർച്ച നടന്നു. കാലത്ത് 7:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ വർഗീസ് പാത്താടൻ മാതാവിന്റെ ജന്മദിന കേക്ക് മുറിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ, ഇടവക ജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് 50 അടി നീളവും 150 കിലോ തൂക്കവുമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മദിന കേക്ക് മുറിക്കൽ ശുശ്രൂഷ നടന്നത്. തുടർന്ന് നേർച്ച ഊട്ട് വെഞ്ചരിപ്പും നടന്നു. കാലത്ത് 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയെ തുടർന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരുന്നു. വൈകിട്ട് പ്രസിദ്ധമായ മാതാവിന്റെ കൂടുതുറക്കൽ ചടങ്ങിന് ശേഷം തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിച്ച് നേർച്ചയും പൊന്നുചാർത്തലും നടത്തി. വൈകിട്ട് 5 മണിക്ക് ചാലക്കുടി ഇടവകയിലെ വൈദികർ പങ്കെടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, പടിഞ്ഞാറ് കുരിശു ചുറ്റി ആയിരങ്ങൾ പങ്കെടുത്ത പ്രദക്ഷിണത്തിന് ശേഷം കണ്ണിന് ആനന്ദകരമായ അനുഭവം നൽകുന്ന വർണ്ണക്കാഴ്ചയും ഉണ്ടായി. തുടർന്ന് 7:30 മുതൽ 9 മണി വരെ പള്ളിയങ്കണത്തിൽ ബാൻഡ് സെറ്റ് സൗഹൃദ മത്സരവും നടന്നു. ഈ വർഷം 15,000 പേർക്കാണ് ഊട്ട് സദ്യ ഒരുക്കിയിരുന്നത്.
സൈലന്റ് മിറർ സ്കൂൾ ഓഫ് യോഗയുടെ ഓണാഘോഷം ഒയാസിസ് ക്ലബ്ബ് ഹാളിൽ സമുചിതമായി ആഘോഷിച്ചു. യോഗ അധ്യാപകൻ മനോജ് സ്വാഗതം പറഞ്ഞു. ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് KL ജോസ് മാസ്റ്റർ, സെക്രട്ടറി വിനയൻ, തിലകൻ KB, MK ഷൈൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടയർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ ലോറി ഡ്രൈവറെ കൊടകര പോലീസ് പിടികൂടി. സപ്ലൈകോ ഓണം ഫെയർ തുടങ്ങി. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊച്ചന്നം ഗ്രാമീണ വായനശാല, ഉളുമ്പത്തുകുന്ന് എൻഡസ് ദ ഗാഡ്സ് ക്ലബ് സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.